CAA ചട്ടം ഇറക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരായി രാജ്യവ്യാപകമായ പ്രക്ഷോഭണത്തിലേക്ക് കോൺഗ്രസ് പോവുകയാണ്. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികളും പ്രതിഷേധ പ്രകടനങ്ങളും നടത്തുകയാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയും ഒറ്റയ്ക്കും UDF ഒരുമിച്ചുമായിട്ടുള്ള ധാരാളം പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ യുവജന സംഘടനകളും മഹിളാ സംഘടനകളും അടക്കമുള്ള സംഘടനകൾ ഈ സമരമുഖത്തുണ്ടാവും. ഇത് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയും വിഭജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ചെയ്തിട്ടുള്ളൊരു നടപടിയാണ്. യഥാർത്ഥത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തി തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാർ ഗവൺമെൻറ്റിൻ്റെ ഈ ശ്രമത്തെ ഞങ്ങൾ ശക്തിയായി എതിർക്കും. ഒരാവശ്യമില്ലാതെ സുപ്രീം കോടതിയിൽ ഇത് നടപ്പാക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ എന്ന് അഫിഡവിറ്റ് കൊടുത്തതിന് ശേഷമാണ്, കേസുള്ള സമയത്താണ് ഈ ചട്ടം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കൊണ്ടുവന്നത്. നിയമപരമായും ഞങ്ങൾ ഈ വിഷയത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ, രാജ്യത്തെ വിവിധ തട്ടുകളിലാക്കാൻ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം തീരുമാനിക്കാനുള്ള ഒരു തീരുമാനത്തെയും ഞങ്ങൾ അംഗീകരിക്കില്ല. അതിനെ ചെറുത്തു തോൽപ്പിക്കും. ഇത് അടിസ്ഥാനപരമായി ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ്. ഭരണഘടനയിൽ പൗരത്വത്തിന് എങ്ങനെയാണ് പൗരത്വം ഇന്ത്യയിൽ നൽകേണ്ടതെന്ന് കൃത്യമായി ആർട്ടിക്കിൾ 5 കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. അതിന് വിരുദ്ധമായ നടപടികളാണ്, ഭരണഘടനാ തത്വങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നടപടിയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയും രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന്, ഇന്ത്യ എന്നുള്ള ആശയത്തിൽ നിന്ന് അകന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അതിനെ ചെറുത്തു തോൽപ്പിക്കുകയും ഭരണഘടനാ ആശയത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോരാടാനാണ് ഞങ്ങളുടെ തീരുമാനം. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്? 2019 ഈ പ്രക്ഷോഭം കേരളത്തിൽ മുഴുവൻ എല്ലാവരും നടത്തി. ഞങ്ങളായിരുന്നു അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നത്. അന്ന് 835 കേസുകളാണ് ഇതിനെതിരായി എടുത്തത് സംസ്ഥാന ഗവൺമെൻറ്. പിന്നീട് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി ഈ കേസുകളെല്ലാം പിൻവലിക്കും. ആക്രമണ സ്വഭാവമുള്ള കേസുകൾ ഒഴിച്ച്, അതേതാണ്ട് 100 ചില്ലാൻ കേസുകളുണ്ട്, അതൊഴിച്ചുള്ള എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് ഉറപ്പ് നൽകി. ഇപ്പോഴും കഴിഞ്ഞ 5 വർഷക്കാലമായി കോടതി കയറി ഇറങ്ങി നടക്കുകയാണ് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരും. ഈ സമരത്തിൻ്റെ ഭാഗമായി നിന്ന എല്ലാവരും അതിൻ്റെ കോടതി കയറി ഇറങ്ങി നടക്കുകയാണ്. 835 കേസിൽ 69 കേസുകൾ മാത്രമാണ് ഈ സർക്കാർ പിൻവലിച്ചത്. 5 കൊല്ലമായിട്ട് ഈ കേസുകൾ പിൻവലിക്കാനുള്ള ചെറുവിരൽ പോലും ഇവരനക്കിയില്ല. ഇവരാരുടെ കൂടെയാണ് യഥാർത്ഥത്തിൽ? CAAക്കെതിരായി സമരം ചെയ്ത ആളുകൾക്കെതിരായി കേസുകൾ പിൻവലിക്കുമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് പോലും 5 കൊല്ലമായി 835 കേസുകളിൽ 69 കേസുകൾ മാത്രമാണ്. ഞങ്ങൾ നിരന്തരമായി നിയമസഭയിൽ ചോദിക്കുകയും നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയും ചോദ്യമായി ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഒരു തരത്തിലുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിച്ചില്ല. അപ്പോൾ CAA കൊണ്ടുവന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടെയാണോ സംസ്ഥാന ഗവൺമെൻറ്?